അഞ്ചാമത്തെ ദിവസമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. Hi Ashwin, are you ready for the class? Yes. Okay. നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷണൽ വെർബ്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ present tense am, is, are, has, have, do, does എന്ന ഓപ്ഷണൽ വെർബ്സ് എല്ലാം കഴിഞ്ഞു. Are you happy Ashwin? Yes. അത് ക്ലിയർ ആയില്ലേ? Yes. ഓക്കെ, യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് നിങ്ങൾ ആദ്യം തൊട്ടുള്ള 4 ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഓക്സിലറി വേർബ്സിന്റെ തെറ്റ് സംഭവിക്കില്ല. ഈ കണ്ടക്ട് ലൈവ് ക്ലാസ്സസ് അതിൽ ഇത് മാത്രമല്ലാതെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഡിബേറ്റ്, ഡിസ്കഷൻ, കോൺവെർസേഷൻ പ്രാക്ടീസ്, അങ്ങനെ വ്യത്യസ്തമായ ആക്ടിവിറ്റികളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിലായിട്ട് സംസാരിക്കാനും കോൺഫിഡൻസ് സംസാരിക്കാനും സാധിക്കുന്നതായിരിക്കും. Okay, Ashwin, let's start today's session. Yes. Okay, now we are here with the past tense. Past tense ൽ നമ്മൾ സിംഗുലർ പ്ലൂറൽ എന്നിവയാണ് നമ്മൾ ഇപ്പോൾ റോളിൽ കാണുന്നത്. അപ്പോൾ ഏതാണ് ആ സിംഗുലർ പ്ലൂറൽ എന്ന് നമുക്ക് നോക്കാം. ആയിരുന്നു എന്ന മലയാള വേർഡാണ് നമ്മളിവിടെ കാണുന്നത്. അതേതായിരിക്കും? ആയിരുന്നു എന്ന് പറയുമ്പോൾ ഓക്സിലറി ഏതായിരിക്കും? Was, were. Was and Were. where. The pronunciation is it was or was? Was. Was, right? Was and were. അപ്പോൾ അതിന്റെ അർത്ഥം രണ്ടിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നതിന് മുമ്പ് അതേതായിരുന്നു? Is and are. Is, am, are, le. Very good, Jashwin. That is fine. And let's see. അതിന്റെ അതേ സ്ട്രക്ചർ ആണ് കേട്ടോ. നമ്മൾ am, is, are പ്രസന്റിൽ കണ്ടതുപോലെ ഇവിടെ was and were നമ്മൾ പാസിൽ കാണുന്നു. വേറെ ഒരു ഡിഫറൻസും ഇല്ല അതിന്റെ സ്ട്രക്ചറിൽ. നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയി നോക്കിയാലോ? Yes. Okay. Then ഇവിടെ കാണാൻ നോക്കിയേ. I, he, she, it, that, this, he, that. സബ്ജക്റ്റ് കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞ സബ്ജക്റ്റ് ആണ്. പക്ഷെ അതിലൊരു ചെറിയ ഡിഫറൻറ് ഉണ്ട്. എന്താ ഡിഫറൻറ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനെ നമ്മൾ 3 രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും എന്ന്. ചിലപ്പോൾ അത് സിംഗുലർ ആയിട്ട് വരും, ചില സമയത്ത് അത് പ്ലൂറൽ ആയിട്ട് വരും, ചിലപ്പോൾ സിംഗുലറും പ്ലൂറലും അല്ലാത്ത അവസ്ഥയിൽ വരും എന്ന് പറഞ്ഞു. ഇപ്പൊ പിടുത്തം കിട്ടിയോ? അതായത് ആ ഈസ് ആറിന്റെ കൂടെ വന്നപ്പോൾ ഐ എന്ന് പറയുന്നത് ആമിന്റെ കൂടെ മാത്രമായിരുന്നു. ഹാസ് ആൻഡ് ഹാവ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഐ എന്ന് പറയുന്നത് ഹാവിന്റെ കൂടെ പ്ലൂറലായിരുന്നു. പക്ഷേ വാസ് ആൻഡ് വേർ വന്നപ്പോൾ ഐ എവിടെ പോയി? സിംഗുലറിന്റെ കൂടെ പോയി. ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഒരിക്കലും തെറ്റില്ല കേട്ടോ. സോ ഇതിൽ ഓർക്കുക, പാസ്റ്റ് ടെൻസില് ഐ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് പ്ലൂറൽ വേറെ പറയാനുള്ളത് വ്യത്യാസം വേറെ ഒന്നുമില്ല അല്ലേ? ഐ ഇല്ല എന്ന കുറവ് മാത്രമേ ഉള്ളൂ. വാക്കിയെല്ലാം സെയിം അല്ലേ? യു കം ഓൺ റീഡ് ഫാസ്റ്റ്. ഐ ഇസ് ഐ No, ഓട്ടോമാറ്റിക് നമുക്ക് വരുവാണ്. അതാണ് നമ്മൾ പറഞ്ഞേ, ഇതൊന്നും മനസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മറക്കില്ല. പ്ലൂറലിന്റെ കൂടെ പാസ്റ്റ് ടെൻസില്, സിമ്പിൾ പാസ്റ്റ് ടെൻസില് ഐ ഇല്ല. ഏതൊക്കെയുള്ളേ? വെരി ഫാസ്റ്റ്. യു, ദേ, വി, these, those, Jack and Jill. Very good. ഇതിൽ കൊടുത്തിരിക്കുന്നു a student or students എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. a student or students എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജഷ്വിനെ ആയി കൂട്ടിയിട്ടൊന്ന് പറഞ്ഞേ. I was a student. I was a student. Very good. And if it is you You were a student. You were a student. ഒരു കുട്ടിയാണെങ്കിൽ ഇവിടെ she ആണെങ്കിലോ? She was a student. She was a student. If it is we were students. we were students. Very good. We just move to the next one. Let's see what it is. Already we know that was എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. അതിന് yes ഇവിടെയുണ്ട്, s ഇവിടെയുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞതാണ് അല്ലേ? were എന്ന് പറയുന്നത് പ്ലൂറലാണ്, പാസ്റ്റ് ടെൻസിലാണ്, മീനിങ് ആയിരുന്നു എന്നാണ്. ഓൾറെഡി ജസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങളാണ്. I was a student. He was a student. Read it. She was a student. Jack was a student. Yes. Next one. Where You were a student. You were students. അവിടെ നോക്കിയേ, ഡിഫറെന്റ് നോക്കിയേ. You were a student എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് പറയുന്നു. നമ്മൾ കുറെ കുട്ടികളോട് ഒരുമിച്ച് പറയുകയാണെങ്കിലോ You were students. അല്ലേ? അതിന്റെ ഡിഫറൻസ് മനസ്സിലായോ? ഈ യു എന്ന് പറയുന്നത് നമ്മൾ ഒരാളോടാ പറയുന്നത്.
എങ്കിൽ പോലും നമ്മൾ ഓക്സിലറി വെർബ് എഴുതുന്നത് പ്ലൂറലിലാണ്. അത് കഴിഞ്ഞിട്ട് എ വന്നിട്ട് പോലും നമ്മൾ എഴുതുന്നതാണ് ഓക്സിലറി വെർബ് പ്ലൂറലാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. യു എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. Got it? Yes. Then they were students. okay, we Were students. is it clear? Yes. Clear? Yes. Okay, let's move to the next one. What is all this meaning? And if you want to change this one to negative, how can you make this negative? Same rule that we have applied. Is, are. Okay. അതിലെ was എന്ന് പറയുന്നത് സിംഗുലറും were എന്ന് പറയുന്നത് പ്ലൂറലുമാണ്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്താൽ മാത്രം മതി? not ചേർത്താൽ മാത്രം മതി. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നോ? ഇല്ല. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ കണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇതിന്റെ രണ്ട് എക്സാമ്പിൾ നമുക്ക് വെരി ഫാസ്റ്റ് നമുക്ക് നോക്കാം. റെഡി? Was a student. ഇപ്പോൾ വന്നത് എന്തായി? I was not a student. I was not a student. അവിടെ നോട്ട് ചേർത്തു. Nothing else. നീ ജാക്കിന്റെ നോക്കിക്കേ. Jack was a student. Jack was a student. Jack was not a student. Jack was not a student. Jack wasn't a student. നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതുന്നുണ്ടാവും. Jack wasn't a student. She wasn't a student. അപ്പോൾ ഇതിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ എഴുതുന്നത് Jack wasn't a student. അല്ലേ? ഇതുപോലെ തന്നെയാണ് വേറിന്റെ ഉപയോഗവും വരുന്നത്. എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ വേറിന്റെ ഉപയോഗത്തില്? ഇല്ല, ഒരു വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ജാക്കിന് പകരം ജാക്ക് ആൻഡ് ജിൽ ആയിരുന്നെങ്കിലോ? ജാക്ക് ആൻഡ് ജിൽ were students. Jack and Jill were students. അപ്പോൾ നോട്ട് ചെയ്താണെങ്കിലോ? Jack and Jill were not students. Jack and Jill were not students. ഈ ഓസിനെ പോലെ തന്നെ ഇവിടെ വേറൊരു വാക്കുകളാകുമ്പോൾ അങ്ങനത്തെ നോട്ട് ചേർക്കുക. Is it clear? Yes. Okay, അങ്ങനത്തെ ഇതിന്റെ വേർഡ് പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു 10 എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ 10 എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഇവിടെ കമന്റ് ചെയ്യുക. Just ready? Yes. And just we can just move yes no or no question. Yes or no question എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ജസ്റ്റിനെ? No അല്ലാതെ നമുക്ക് കിട്ടും. കാരണം because it is the same thing what you have discussed. അത് പ്രസന്റിലാണെങ്കിലും പാസ്റ്റിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് മാത്രമാണ്? ഈ was or were നെ എടുത്ത് നമ്മൾ എങ്ങോട്ട് ഇടണം? ഫ്രണ്ടിലേക്ക് ഇട്ടാൽ മതി. ഇതിനെ പ്രസന്റിൽ നമ്മൾ ഈ സാധാരണ അതുമല്ല നമ്മൾ ചെയ്തത്. ഫ്രണ്ടിലേക്ക് എടുത്തിട്ടു. അത്ര മാത്രമല്ലേ ഉള്ളൂ, വേറൊരു ഡിഫറൻസും ഇല്ല. Let's check the example. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആണ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണ്, സമയം വെറുതെ നിങ്ങളുടെ കളയേണ്ട വിശ്വസിച്ചുകൊണ്ടാണ്. വെരി ഫാസ്റ്റ് ഫോളോ ചെയ്തോളൂ. I was a student. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായി? Was I a student? Was I a student? ഈ was നെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ സംഭവിച്ച മാറ്റം കണ്ടോ? Was ന്റെ സ്മോൾ ലെറ്റർ എന്നുള്ള W ക്യാപിറ്റൽ ലെറ്റർ ആയി. I always ക്യാപിറ്റൽ ആയി. അതാണ് ഓർത്തിരിക്കണം. ഞാൻ എന്ന അർത്ഥത്തിൽ നമ്മൾ I എവിടെ ഉപയോഗിച്ചാലും എന്തായിരിക്കും അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അത് ബിഗിനിങ് ഓഫ് ദ സെന്റൻസ് ആണെങ്കിലും മിഡിൽ ഓഫ് ദ സെന്റൻസ് ആണെങ്കിലും നമ്മൾ I എന്ന് പറയുന്നത് always will be in the capital letter. And the end full stop മാറി ഇവിടെ എന്തായി? Question mark ആയി. Let's see the she was a student. Was she a student? Was she a student? Right? Then Jack was a student. Was Jack a student? Was Jack a student? കണ്ടോ ഇവിടെ Jack കണ്ടോ, J കണ്ടോ, ഇവിടെ ക്യാപിറ്റൽ ആണ്, ഇവിടെ ക്യാപിറ്റൽ ആണ്. Why J is capital in the both places? Because that is Jack is a name, proper noun. Proper noun ആയിട്ട് വരുന്ന കാര്യങ്ങൾ എവിടെ വന്നാലും beginning of the sentence ആണെങ്കിലും middle of the sentence ആണെങ്കിലും അത് capital letter ആയിരിക്കും. Okay, next one നമ്മൾ കാണാൻ പോകുന്നത് yes or no question കണ്ടു. ഇനി എന്താണ്? WHO question ആണ് കാണാൻ പോകുന്നത്. WHO questionൽ നമുക്ക് വേറെ എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? It is the same that we have learned with is are. is are കണ്ടിരിക്കുന്ന അതേ പ്രോസസ് തന്നെയാണ്. അതിന് മുമ്പ് കണ്ടിരിക്കുന്ന വേറെ ഹാസ്വർ ഹാവ് കണ്ടിരിക്കുന്ന അതേ പ്രോസസ് തന്നെയാണ്. വേറെ ഒരു ചേഞ്ചും ഇല്ല. എന്താണ്?
ക്വസ്റ്റ്യൻ വേർ ഓസോ വേർ തുടങ്ങുന്ന സെന്റൻസിന് മുമ്പിൽ ഉപയോഗിച്ചാൽ മതി. ഇത് തന്നെയല്ലേ ഈ 4 ദിവസമായിട്ട് ഞാൻ പറയുന്നത്. എല്ലാ ഓക്സിലറി വെർബ്സിന്റെ വരുമ്പോൾ ഓക്സിലറി വെർബ്സിന്റെ മുമ്പിലേക്ക് എന്ത് ഇട്ടാൽ മതി? WH ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഉത്തരമായി. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഷീ വാസ് ഇൻ ദ ക്ലാസ് എന്ന് പറയുന്ന ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഷീ വാസ് നോട്ട് ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ എന്ന് പറഞ്ഞു. ഇതാ വരുന്നു എന്ന് പറയണം. അതിന്റെ മുൻപില് വേറെ ചേർത്താൽ മതി. എവിടെയായിരുന്നു? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഷീ വാസ് ഇൻ ദ ക്ലാസ്. ഈ വാസിന്റെ കൂടെ നോട്ട് ചേർത്തു. നമ്മുടെ പുറത്തേക്ക് ഇട്ടു, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. വാസിനെ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കൂടെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ വോസിന്റെ മുൻപിൽ WH ക്വസ്റ്റ്യൻ ചേർത്തു. അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. Got it? Is it clear? Yes. Yes, is it clear? Yes. Okay. ഇതിന്റെ സ്ട്രക്ചർ നോക്കിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. He was a student എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? He was a student. അവൻ അല്ല എന്ന് പറയാൻ വേണ്ടി നോട്ട് എവിടെ ചേർക്കേണ്ടത്? was കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർക്കണം. ഇനി ആ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഈ വോസിനെ എടുത്തിട്ട് നമ്മൾ മുൻപോട്ട് ഇടണം. മുൻപോട്ട് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് W ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ദെൻ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അതിന് മുമ്പിലുള്ളതെല്ലാം നമ്മൾ എന്താണ്? ഫുൾ സ്റ്റോപ്പ് ആണ്. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഐ ജസ്റ്റ് മൂവ് ഹിയർ. അതിന് ഫുൾ സ്റ്റോപ്പ് ആണ്. ദെൻ അവൻ സ്റ്റുഡന്റ് അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ he was not wasn't അല്ലേ? wasന്റെ അടുത്ത് ഈ was not അല്ലെ wasന്റെ അടുത്ത് മുൻപോട്ട് ഇട്ട് കഴിഞ്ഞാൽ wasn't he a student മുമ്പിലേക്ക് WH ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ who was he എന്ന ചോദ്യം വന്നു. അവൻ ആരാണ്? Is it clear? Yes. Clear? Yes. Is it clear? Yes. Yes. And let's check now few examples of was over. The party was great success. എന്തുകൊണ്ടാണ് was വന്നത്? Why was it here? Because it's past. One thing is that is the past, and another one party. The party എന്ന് പറയുന്നത് എന്താണ്? Singular ആണ്. That is why the was here. And the next one. What's the next one? Read the next one. It was a beautiful day. It was a beautiful day. Why this was is here? Because it's singular. Because it is singular. അതുകൊണ്ടാണ് അവിടെ was വന്നത്. പിന്നെ ഇതൊരു past tense ആയതുകൊണ്ട് കൂടിയാണ് was വന്നിരിക്കുന്നത്. She was not feeling well. Why was? Singular. She is singular. And നിങ്ങൾ നോക്കണം, ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എവിടെ വന്നു? was കഴിഞ്ഞതിന് ശേഷം വന്നു. Is it clear? Yes. Yes. Next one. The streets were empty during the curfew. Here what it is? Actually, also where? Where? Why the where? Because it's plural. Plural. Streets. Plural ആയതുകൊണ്ട് അവിടെ where വന്നു. You were late for the meeting yesterday. Why the word is here? Because it's plural. What is plural here? When. You is late. You were late. You were late for the meeting yesterday. You എന്ന് പറയുന്നത് plural ആയതുകൊണ്ട് അവിടെ വന്നു. അപ്പം പിന്നെ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. was എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. were എന്ന് പറയുന്നത് plural ആണ്. നോട്ട് ചേർക്കുന്നത് എവിടെ പറയണം? was ന് ശേഷം or were ശേഷം, അതായത് ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? നെഗറ്റീവ് ആയി. ഈ ഓക്സിലറി വെർബിനെ തുടക്കത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായി? അതൊരു എസോണോമസ് ആയി. ഈ തുടക്കത്തിലേക്ക് എടുത്തതിന് മുമ്പിൽ ഒരു WH ക്വസ്റ്റ്യൻ ചേർത്ത് കഴിഞ്ഞാലോ അത് WH ക്വസ്റ്റ്യൻ ആയി. ഇത്ര കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ was over മനസ്സിലാക്കും. വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ക്ലാസ് എടുത്തു നിങ്ങൾക്ക് മനസ്സിലാക്കണം. വളരെ ഷോർട്ട് ടൈമിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ജസ്റ്റ് ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? Yes. ഈ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ
just send me the message. The number is 9061281631. നമ്മുടെ ലൈവ് ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഇപ്പോഴും ഡിബേറ്റും ഡിസ്കഷനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ യു ക്യാൻ ജോയിൻ ഹിയർ ഇഫ് യു വിഷ് ഇറ്റ് and meet you with another session. Bye bye. This is James from Suvarna. Happy Lane.